പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യെശയ്യാവ് 30:20 കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നീ നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല, നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൽക്കാലികമായി ഒരു കഷ്ടവും സുഖകരമല്ല. കർത്താവ് നമ്മളെ കഷ്ടത്തിൽ കൂടി ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുവാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യേ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ കഷ്ടത്തിൽ നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മുടെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ, ശക്തീകരിക്കാൻ, ബലപ്പെടുത്താൻ, നല്ല ഉപദേശങ്ങൾ നൽകാൻ നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഭക്തനായ യോബ് തൻ്റെ കഷ്ടതയിലാണ് ദൈവത്തെ കൂടുതലായി കാണുവാനും അനുഭവിച്ചറിയാനും ഇടയായത്. നിത്യത വരെ ദൈവത്തിന് കൊണ്ടുപോകാൻ ഒരു വ്യക്തിയിൽ പദ്ധതിയുണ്ടോ, ആ വ്യക്തിക്ക് ഭൂമിയിൽ കഷ്ടതയുണ്ട്. കഷ്ടങ്ങളിൽ കൂടി മാത്രമേ നിത്യതയിലെത്താൻ കഴിയത്തുള്ളൂ. യെശയ്യാവ് 54:7 അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അല്പനേരം നമുക്ക് തോന്നിയെന്നിരിക്കാം ദൈവം നമ്മളെ ഉപേക്ഷിച്ചു അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. എന്നാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ കഷ്ടതയിൽ നമ്മളെ വിടുവിച്ച് ദൈവസ്നേഹം കൂടുതലായി രുചിച്ചറിയാനും ദൈവിക വഴികളെ മനസ്സിലാക്കാനും ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടതിനുമാണ്. ഈ എളിയ സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.